ഹായ് സുന്ദരീസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹെയർ കെയറും അതേപോലെ തന്നെ ഒരു ഹെയർ ആക്സസറി എങ്ങനെയാണ് ഉണ്ടാക്കണേനും അത് കൂടാണ്ട് ഒരു ഹെയർ സ്റ്റൈലും ആണ് കേട്ടോ കാണാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹെയർ കെയറിലേക്ക് കടക്കാം. എൻ്റെ മുടി അത്യാവശ്യം നല്ല ഡള്ളായിട്ടാണ് ഇരിക്കണത്. അപ്പോൾ എന്തായാലും എനിക്കൊരു ഹെയർ മാസ്ക് തേക്കണം എന്നുണ്ടായിരുന്നു, മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒന്നും കൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുടി വേറിയെടുത്ത് നല്ല ജടയൊക്കെ കളയാണ്. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുമ്പ് ഒരു ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് ഷീർപാക്ക് വിധി എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിൽ ഉണ്ടാക്കണതാണ് കേട്ടോ. പാലും അതേപോലെ തന്നെ വേറെ ഹെർബ്സും എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് 3-4 മണിക്കൂർ അത്രയും നേരത്തെ ഒരു പ്രോസസ്സാണ്. 4000 BC മുതൽക്കുള്ളതാണ് കേട്ടോ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, അത് ഷീർപാക്ക് വിധി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബ്രിങ് ആംല ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ബ്രിങ് ആംല രണ്ടും, അതായത് ബ്രിങ് രാജ് അതേപോലെ തന്നെ ആംല നമ്മുടെ നെല്ലിക്ക, ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഓയിലാണ് കേട്ടോ. ഈ നരയൊന്നും വരാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ പിന്നെ മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതേ പ്രോസസ്സിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു മാസ്കാണിത്, ഹെയർ മാസ്കാണിത്. അപ്പോൾ ഓയിൽ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പോൾ നമുക്ക് അതിന് പകരം യൂസ് ചെയ്യാവുന്നതാണ് ഈ ഹെയർ മാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആസ് യൂഷ്വൽ ഒരു ക്രീമി ടെക്സ്ചറിലാണ് വരുന്നത്. നല്ല മണമാണ് കേട്ടോ ഇതിന്. ഒരു ഡബ്ബ പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഹെയർ മാസ്ക് എങ്ങനെ അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ കുറച്ചെടുത്തിട്ട് ഞാൻ മുടി രണ്ടായിട്ട് പാർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനിത് മുടിയിൽ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, സെക്ഷൻസ് എടുത്തിട്ട്. അപ്പോൾ നമുക്ക് ഓയിലിന് പകരമായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി, രണ്ടും കൂടി യൂസ് ചെയ്യണമെന്നില്ല. കാരണം ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് സിമിലറാണ്. കാരണം ഇതും ഷീർപാക്ക് വിധി വഴി തന്നെയാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതും ബ്രിങ് ആംല ഹെയർ മാസ്ക് ആണ്. അപ്പോൾ ബ്രിങ് രാജ് അതേപോലെ ആംല, ഇത് രണ്ടിൻ്റെയും ഒരു മെയിൻ ബെനിഫിറ്റ്സ് ആണ് കേട്ടോ നമുക്കിതിൽ കിട്ടണത്. അപ്പോൾ ഇത് മമ്മായത്തിൻ്റെ പ്രോഡക്റ്റ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മായത്തിൻ്റെ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് കെമിക്കൽ ഫ്രീ ആണ്, മാക്സിമം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യണത്. പീറ്റ സർട്ടിഫൈഡ് ആണ്, അതേപോലെ ക്രുവൽറ്റി ഫ്രീ ആണ്. പിന്നെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ബ്രാൻഡാണ്. വോക്കൽ ഫോർ വോക്കൽ എന്നുള്ള സമയമാണല്ലേ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ബ്രാൻഡ്സിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 500 റേഞ്ചാണ്. പക്ഷേ നമുക്ക് ഇത് 20% ഓഫ് കിട്ടാനായിട്ട് മമ്മാത്ത് വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ asvi 2020 എന്നുള്ള ഡിസ്കൗണ്ട് കോഡ് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് ഇത് ആമസോണിലും നൈക്കയിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ഇഷ്ടം പോലെ നമുക്കത് മേടിക്കാവുന്നതാണ്. പിന്നെ ഈ ഹെയർ മാസ്കിൻ്റെ ബെസ്റ്റ് പാർട്ട് വേറൊരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കെമിക്കലി ട്രീറ്റഡ് ഹെയറിനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. സൾഫേറ്റ് ഫ്രീ പാരബൻ ഫ്രീ ഒക്കെയാണ്. അപ്പോൾ പലപ്പോഴും ഈ കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നമുക്ക് പറ്റിയ പ്രോഡക്ട്സ് കിട്ടിയെന്ന് വരില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ മാസ്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു മാസ്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് വളരെ ലൈറ്റായിട്ട് ഭയങ്കര വൈറ്റ് ടൂത്ത് കോമ്പ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ഈ ഹെയർ മാസ്ക് നന്നായിട്ട് തലയോട്ടിയിലും അതേപോലെ തന്നെ മുടിയിലും നന്നായിട്ട് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ എന്ന് പറയുന്നത് കയ്യോന്നിയും അതേപോലെ തന്നെ ആംല, അതായത് നെല്ലിക്ക, ഇത് രണ്ടും നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സിലൊക്കെ ഒരുപാട് ഉൾപ്പെടുത്തുന്നതാണ്. കാരണം മുടിക്ക് ഒരുപാട് നല്ലതാണല്ലോ, കയ്യോന്നി ആണെങ്കിലും ശരി ആംലയാണെങ്കിലും ശരി. അപ്പോൾ ഈ ഹെയർ മാസ്കിൽ അതും ഉള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് നല്ല തിക്ക് ടെക്സ്ചറാണിത്. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല നറിഷിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം മുടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു മാസ്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഫുൾ ബെനിഫിറ്റും നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. മുടി ഞാൻ ഫുൾ മുകളിലേക്ക് പിടിച്ച് കെട്ടുകയാണ്. അപ്പോൾ സൈഡിലും ബാക്കിലും കൂടി നന്നായിട്ട് ഹെയർ മാസ്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് നന്നായിട്ട് കെട്ടി വെക്കുക എന്നുള്ളതാണ്. ഇതിന് ശേഷം ഞാൻ സാധാരണ മമ്മായത്തിൻ്റെ തന്നെ ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇതിൻ്റെ തന്നെ കേട്ടോ, ബ്രിങ് രാജിൻ്റെ തന്നെ അവരുടെ ഒരു കോംബോ ആയിട്ടാണ് ഇത് വരുന്നത്. നമുക്ക് ഷാംപൂ ഉണ്ട്, കണ്ടീഷണറും ഉണ്ട്. ഇത് തന്നെയാണ് ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നത്. കെമിക്കൽ ഫ്രീ ഒക്കെ ആയിട്ടുള്ള ഷാംപൂ ആണ്. കെമിക്കലി ട്രീറ്റഡ് ഹെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബ്രിങ് രാജിൻ്റെ അവരുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഹെയർ മാസ്ക് ഉണ്ട്, ഹെയർ ഓയിൽ ഉണ്ട്, അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഷാംപൂ ഉണ്ട്, കണ്ടീഷണർ ഉണ്ട്. ഞാൻ മുടി വാഷ് ചെയ്തിട്ട് ഇതാണ് റിസൾട്ട്. ഞാൻ കുറച്ച് ഷാംപൂവും കണ്ടീഷണറും മാത്രം, ഒരു പൊടിക്ക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം ഹെയർ മാസ്ക് അത് പോകാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം മതിയല്ലോ. മുടി നല്ല സോഫ്റ്റ്, നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യണതാണ്. നേരത്തെ പോലെ ഇങ്ങനെ പിരിപിരിപ്പൊക്കെ ഇല്ലേ, അത് പെട്ടെന്ന് തന്നെ മാറും. എനിക്ക് ബെസ്റ്റ് പാർട്ടായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല
വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഷൈൻ തോന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇനി അടുത്തത് നമുക്ക് ഹെയർ ആക്സസറിയിലേക്ക് കടക്കാം. ഒരു അടിപൊളി ഹെയർ ആക്സസറി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. ശരിക്കും ഇതിന് വേണ്ടിയിട്ട് വേറെ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് മേടിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനത് പറ്റുകയാണെങ്കിൽ ആമസോണിൽ കിട്ടുമെങ്കിൽ അതിൽ ഞാൻ ലിങ്ക് ചെയ്ത് ഇടാം. അതാകുമ്പോൾ കട്ടി കുറവായിരിക്കും. അത് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, ഇത് ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ. അതുകൊണ്ട് എനിക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ഞാൻ ഉള്ളത് വെച്ചിട്ട് ചെയ്യാച്ചിട്ട് ഞാൻ ആ കമ്പിയിൽ ഒരു മുത്ത് ഇട്ടു. അപ്പോൾ അത് നടുവിലായിട്ട് വന്നിട്ട് നന്നായിട്ട് ഇതേപോലെ പിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം എഗെയിൻ അപ്പുറത്തെ സൈഡിൽ, അതായത് നടുവിൽ അല്ലേ നമ്മൾ ഇട്ടത്, അപ്പോൾ 2 കമ്പികൾ ഉണ്ടാവുമല്ലോ ഓരോരോ സൈഡിലായിട്ട്. അപ്പോൾ ആ ഒരു കമ്പിയിൽ എഗെയിൻ നമ്മൾ ഒരു മുത്തിട്ടിട്ട് ഇതേപോലെ പിരിച്ച് കൊടുക്കുകയാണ് കേട്ടോ. 2 സൈഡിലും ഇതേപോലെ ചെയ്യാണ്. അപ്പോൾ ഇത് കട്ടിയുള്ളതായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നന്നായി പിരിച്ചതിന് ശേഷം ഞാൻ ഇതേപോലെ വൈറ്റ് ബീഡ്സുള്ള മുത്തുണ്ടല്ലോ, ഇതെടുക്കുകയാണ്. ഇതൊരു 6 എണ്ണം ഇട്ടിട്ട് ഇതേപോലെ വളച്ചിട്ട് ഇങ്ങനെ പിരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ചുമ്മാ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. ഇതിനെക്കാട്ടിലും മുന്നേ ഞാൻ ഇതേപോലെ ഒരു കുഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ കുറച്ച് വലുതുണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇനി അടുത്തത് ഞാൻ മറ്റേ കമ്പി മേടിച്ചിട്ട് അതിലുണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷേ ഇത് ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിലുണ്ടാവും. ഫ്ലവർ മേക്കിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെ കയ്യിൽ ഈ കമ്പി ഉണ്ടാവും. പിന്നെ ബീഡ്സ് പിന്നെ ഭയങ്കര എളുപ്പത്തിൽ കിട്ടണതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. സോ ദാറ്റ് ആരെങ്കിലും കയ്യിൽ ഇതുണ്ടെങ്കിൽ, മിക്കവാറും കുറേ പേരുടെ കയ്യിലുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഫ്ലവർ മേക്കിംഗ് ഒക്കെ ചെയ്യണവർ, അപ്പോൾ അവർക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഈ ബീഡ്സ് ഇട്ടിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ നേരത്തെ പോലെ തന്നെ പിരിച്ച് കൊടുക്കുകയാണ്. ഭയങ്കര സിമ്പിളാണ്, ഒന്നുമില്ല. ഈ കമ്പിയുടെ ഉള്ളിൽ കൂടെ ബീഡ്സ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിനെ ഇങ്ങനെ പിരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഡിസൈൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡിൽ ഇങ്ങനെ ബീഡ്സ് പോലെ അങ്ങനെ ചെയ്തുല്ലോ, അത് കഴിഞ്ഞിട്ട് വൈറ്റ് മുത്ത് വെച്ചിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് എഗെയിൻ ഒരു സൈഡിലേക്ക് എഗെയിൻ വൈറ്റ് മുത്താണ് ഇട്ട് കൊടുക്കണത്. എന്നിട്ടിങ്ങനെ പിരിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് മാറ്റി മറിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു മരം പോലത്തെ ഡിസൈൻ ഞാൻ ചുമ്മാ ക്രിയേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഉണ്ടല്ലോ ഈ സ്ട്രിങ് എന്ന് പറയണത്, ഈ കമ്പി എന്ന് പറയണത് ഇങ്ങനെ ഓരോന്നായിട്ടാവും ഉണ്ടാവുക. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ മേടിക്കണതാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലുതായിരിക്കും, എന്ന് വെച്ചാൽ ഭയങ്കര വലുതായിരിക്കും അത്. അപ്പോൾ അതാകുമ്പോൾ കുറേ വലുത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതാകുമ്പോൾ ഓരോ കമ്പിക്കും ഇത്ര നീളമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് എല്ലാം കൂടി ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞു. ഞാൻ ഇനി അടുത്ത കമ്പിയിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവിലായിട്ട് ഒരു ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് തിരിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. കുറച്ച് പിരിച്ച് താഴേക്ക് എത്തിയതിന് ശേഷം വേണം നമുക്ക് അടുത്തത് ചെയ്യാനായിട്ട്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഗ്യാപ്പ് കിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് പിരിച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബീഡ് ഇടുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ? അത് ഇങ്ങനെ അടുപ്പിച്ച് വരും. നമുക്ക് താഴേക്കല്ലേ ബീഡ്സ് വരേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ നന്നായി പിരിച്ചു കൊടുക്കാൻ പറയണത്. അപ്പോൾ ഇതേപോലെ അപ്പുറത്തെ സൈഡിലും ഞാൻ ബീഡ് ഇട്ടിട്ട് നന്നായിട്ട് പിരിച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ബീഡ് കഴിഞ്ഞു, പിന്നെ 2 സൈഡിലും ബീഡ് കഴിഞ്ഞു. ഇനി അടുത്തതും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, കുറച്ച് പിരിച്ചതിന് ശേഷം അതായത് ഇപ്പോൾ 3 ബീഡായില്ലേ, എന്നിട്ട് താഴേക്കും കുറച്ച് പിരിച്ചതിന് ശേഷമാണ് പിന്നെ എഗെയിൻ ബീഡ് ഇട്ടിട്ട് സൈഡിലേക്ക് നമ്മൾ എടുത്തിട്ട് നമ്മൾ പിരിച്ചെടുക്കണത്. ഓക്കെ, എല്ലാ ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ അതിനത് അടുപ്പിച്ച് വരും ബീഡ്സ്. നമുക്ക് കുറച്ച് ഗ്യാപ്പ് വേണ്ടേ, അതിനാണ് കേട്ടോ നമ്മൾ പിരിച്ചു കൊടുക്കണത്. 2 ബ്രാഞ്ചസ് കഴിഞ്ഞാലും പിരിച്ചു കൊടുക്കണമെന്ന് പറയാൻ കാരണം അതാണ് കേട്ടോ. ഇനി അതല്ല അടുപ്പിച്ചിട്ടാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു യുക്തിപൂർവ്വം നമുക്ക് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയില്ലേ വൈറ്റ് ബീഡ്സൊക്കെ വെച്ചിട്ട്, അത് നടുക്കിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് ഞാനിപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കണത്. ഇത് വെള്ള ബീഡ്സ് മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. ഇതിലേക്ക് ഞാൻ വൈറ്റ് ബീഡ്സ്, മറ്റേ ട്രാൻസ്പെറൻറ്റ് ബീഡ്സ് ഉണ്ടല്ലോ, അത് ഞാൻ ആഡ് ചെയ്യില്ല. കുട്ടി ബീഡ്സ് അത് വെച്ചിട്ട് പിരിച്ചെടുക്കാൻ കുറച്ച് പാടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ കമ്പിക്ക് കുറച്ച് കട്ടിയുണ്ട്. ഫ്ലവർ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റെമ്പായിട്ട് ഒക്കെ യൂസ് ചെയ്യണത്, അതല്ലെങ്കിൽ ഫ്ലവർ പെറ്റൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടിയുണ്ട്. ഇതിനായിട്ട് മേടിക്കണതിന് കട്ടി വളരെ കുറവാണ്. ഇത് കണ്ടോ, ഞങ്ങൾ സൈഡിൽ 2 ബീഡ്സ് കഴിഞ്ഞിട്ട് പിന്നെയും പിരിച്ചു കൊടുത്തില്ലേ, ഇത് രണ്ടാമത്തതാണ് കേട്ടോ അതേപോലെ തന്നെ ഉണ്ടാക്കണത്.
അപ്പോൾ ഇങ്ങനെ പിരിച്ച് നമ്മൾ ഉണ്ടാക്കുക. എത്ര ബീഡ്സ് വേണം, എത്ര വലിപ്പം വേണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി എന്താ വേണ്ടത്, ഈ 3 കൂടി ഞാൻ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. കണ്ടോ, ഇത് 3 കൂടി നമുക്ക് ജോയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു സ്ലൈഡ് പോലെ തന്നെ കിട്ടും. ഭയങ്കര സിമ്പിളുമാണ്, ഒട്ടും വിലയാവില്ല. ഈ കമ്പിക്കൊക്കെ ഒരെണ്ണത്തിന് ഇത്രയും ഭയങ്കര വില കുറവല്ലേ, 10 രൂപയ്ക്കൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. 3 4 5 കിട്ടില്ലേ മിനിമം. പിന്നെ ഈ വെള്ള ബീഡ്സൊക്കെ, അതുപോലെ ട്രാൻസ്പെറൻറ്റ് ബീഡ്സ് നമ്മുടെ മാലയുടെയോ അതല്ലെങ്കിൽ തന്നെ വെറുതെ തന്നെ മേടിക്കാനും കിട്ടും. നമുക്ക് ആമസോണിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നടുക്കിൽ വെച്ചിട്ട്, ഏറ്റവും ആദ്യം ഉണ്ടാക്കിയത് നടുക്കിൽ വെച്ചിട്ട്, മറ്റേത് രണ്ടും അപ്പുറം ഇപ്പുറം വെച്ചിട്ട്, ഇത് 3 കൂടിയിട്ട് ഞാൻ നന്നായിട്ട് ആ ബാക്കിയുള്ള കമ്പി ഉണ്ടല്ലോ, ആ സ്ട്രിങ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് പിരിച്ച് കൊടുക്കുകയാണ്. 3 കൂടി ജോയിൻ ചെയ്യാണ്. എന്നിട്ട് എഗെയിൻ അത് ഞാനൊരു യൂപ്പിനിലേക്ക് ജോയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, വേറെ കുറച്ചും കൂടി പല്ലുള്ള ചീർപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാനതൊന്ന് അടിച്ച് ശരിയാക്കിയെന്നേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് കുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വളച്ചെടുക്കാവുന്നതാണ്. ഞാൻ കുറച്ചിങ്ങനെ പോലത്തെ ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഹെയർ സ്റ്റൈലിന് സൂട്ടബിൾ ആവുന്ന രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. അപ്പോൾ നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ വളച്ചും തിരിച്ചൊക്കെ എടുക്കാം. യൂപ്പിനിലേക്ക് ഞാൻ കുത്തിയ ഭാഗത്ത് കുറച്ച് മെസ്സി ആയിട്ട് ഇരിക്കുന്നുണ്ട്, കമ്പി കുറച്ച് കാണുന്നുണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല, നമ്മൾ കുത്തി വയ്ക്കുമ്പോൾ അത് കാണില്ല കേട്ടോ. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സൈഡ് പാർട്ടീഷനാണ് എടുക്കുന്നത്. നമ്മളൊരു സൈഡ് ബണ്ണാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത്. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ക്രൗൺ ഏരിയയിൽ നിന്ന് ഒരു സെക്ഷൻ ഓഫ് ഹെയർ എടുത്തിട്ട് ഞാൻ മാറ്റി വെക്കുകയാണ് അതിനെ. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള മുടി ഒരു സൈഡ് പോണിയായിട്ട് സൈഡിലാണ് കേട്ടോ നമ്മൾ കെട്ടണത്. അപ്പോൾ ഈ ബ്ലൗസിന് മാച്ചായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ആ ഹെയർ ക്ലിപ്പ്. അപ്പോൾ നമുക്ക് ഈ ഹെയർ സ്റ്റൈൽ നമുക്ക് വല്ല ഗൗണിൻ്റെ ഒപ്പമൊക്കെ അല്ലെങ്കിൽ പാർട്ടി വെയർ സാരീസിൻ്റെ ഒപ്പം ഒക്കെ നന്നായിട്ട് ചേരും. എന്നിട്ട് ഈ മുടി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കുറച്ചൊന്ന് ഇങ്ങനെ വലിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ചുരുട്ടി കൊടുത്തിട്ട് എഗെയിൻ സൈഡിൽ നിന്ന് വലിച്ച് കൊടുക്കാം. സോ ദാറ്റ് നമ്മളിങ്ങനെ ബൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് കുറച്ചൊരു വോളിയം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ചുറ്റി വെച്ചിട്ട് നമുക്കൊരു ഹെയർ ടൈ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം യൂപ്പിൻ വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു 4 യൂപ്പിനെങ്കിലും വേണ്ടി വരും കേട്ടോ, അത് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചുരുട്ടി കൊടുത്തിട്ട് വലിച്ചു കൊടുത്തിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു വേറെ പാറ്റേൺ വരും നമ്മൾ ബൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള മുടിയില്ലേ അത് സൈഡിലേക്ക് ഇട്ടിട്ട് നമുക്കതിനെ 2 ആക്കണം. എക്സാക്ട്ലി ഹാഫായിട്ട് പാർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് ചീകി കൊടുത്താൽ മതി നൈസായിട്ട്. ഇപ്പം ഇന്ന് ഹെയർ മാസ്ക് ഇട്ട് കഴുകിയ ദിവസം ആയതുകൊണ്ടാണ് നല്ല മാനേജബിളായിട്ടും സ്മൂത്തായിട്ടും കിടക്കുന്നുണ്ട് മുടി. പിന്നെ ഇത് 2ആയിട്ട് ഭാഗിച്ചിട്ട് അതിൻ്റെ മുകളിലത്തെ വശം ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഇതേപോലെ ചുരുട്ടിയിട്ട് ഒരു വോളിയം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് മുകളിലേക്ക് ആക്കുക കേട്ടോ. എന്നിട്ട് ഹെയർ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുക. ബാക്കിയുള്ള മുടി പിരിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എഗെയിൻ നേരത്തെ പോലെ വേണമെങ്കിൽ കുറച്ചൊരു വോളിയം ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനെ വലിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ മുടിയുടെ ചുറ്റും ഇതേപോലെ ചുറ്റിച്ചിട്ട് ഞാൻ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ബേസിക്കലി അപ്പോൾ ഈ മുടി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ക്രൗൺ ഏരിയയിൽ ഒരു വോളിയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത മുടി ഉണ്ടല്ലോ, ബാക്കിയുള്ള മുടി എന്താ ചെയ്യേണ്ടത്, അത് കുറച്ചൊന്നിങ്ങനെ സൈഡിലേക്ക് ആക്കിയിട്ട് ക്ലിപ്പ് ചെയ്യുക. അതും കുറച്ച് വോളിയം ഉള്ള പോലെ തന്നെ ക്ലിപ്പ് ചെയ്യണം കേട്ടോ. എന്നിട്ട് എഗെയിൻ നമുക്ക് പിരിച്ചു കൊടുക്കണമെങ്കിൽ പിരിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കണമെങ്കിൽ വലിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് ചുറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് ഞാൻ മുടിയുടെ മീതിയായിട്ട്, ആ ബണ്ണിൻ്റെ മീതിയായിട്ട് ഞാൻ കുത്തി വയ്ക്കുകയാണ്. യൂപ്പിനിൽ നമ്മൾ ചുറ്റി വെച്ച കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തി വയ്ക്കാൻ എളുപ്പമുണ്ട്. ഇനി എന്താ വേണ്ടത്, കുറച്ച് വലുതായതുകൊണ്ട് നമുക്കതൊന്ന് സെക്യൂർ ചെയ്യാനായിട്ട് ഒന്നുമില്ലെങ്കിൽ യൂപ്പിൻ വെച്ചിട്ടോ അതല്ലെങ്കിൽ നമുക്ക് സാധാരണ ക്ലിപ്പ് വെച്ചിട്ടോ ഒന്ന് നമുക്ക് കുത്തി വയ്ക്കുക. സാധാരണ ഇറുക്കിളി സ്ലൈഡ് ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ ഇതാണ് കേട്ടോ ഫൈനലായിട്ടുള്ളത്. അപ്പുറത്തെ സൈഡിൽ ഞാൻ മുടി ഒന്ന് ചുരുട്ടി ഇട്ടിട്ടുണ്ട്. നല്ല രസമാണിത്. ഗൗണിൻ്റെ ഒപ്പം ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ പാർട്ടി വെയർ സാരീസിൻ്റെ ഒപ്പം ഇടുകയാണെങ്കിലും ഒക്കെ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഹെയർ ക്ലിപ്പും അതേപോലെ തന്നെ ഹെയർ സ്റ്റൈലും. അത്രയേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം. അതൊരു ബൈ. ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.